അപ്പം നമ്മൾ പറഞ്ഞ അവിഹിതത്തിൻ്റെ ബാക്കി കാര്യങ്ങളിൽ സംസാരിക്കാമെന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ബന്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഒരു ഹായ് എന്ന വാക്കുകളിൽ തുടങ്ങിയ ബന്ധം പിന്നീട് ഒരു കുടുംബത്തെ തകർത്തിട്ടായിരിക്കും അവർ പോകുന്നത്. ഹായ് ഹലോ അയച്ച് ആ ബന്ധങ്ങൾ പിന്നീട് ഈ പോകുന്ന രീതിയിലാവും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹായ് ഹലോ അയച്ച് നിന്നെ കാണാൻ എന്ത് ഭംഗിയാ, നിന്നെ മതിയായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പിട്ട് നിന്നെ കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഒരു ഭർത്താവിനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്, പക്ഷേ എനിക്ക് കിട്ടിയ അങ്ങനത്തെ ഒരു ഭർത്താവല്ല, എൻ്റെ മനസ്സ് പോലും വായിക്കാത്ത ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറഞ്ഞിട്ടാണ് ഇന്നത്തെ ബന്ധങ്ങൾ എന്ന് പറയേണ്ട. അന്യൻ്റെ ഭാര്യ അന്യൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകുന്നതും അന്യൻ്റെ ഭർത്താവ് അന്യൻ്റെ ഭാര്യേൻ്റെ കൂടെ പോകുന്നതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളെ പങ്കാളി തരാത്ത രീതിയിലുള്ള സ്വപ്നങ്ങളും വാക്കുകളും നമ്മളോട് വേറൊരാൾ പുറത്തുനിന്ന് പറയുമ്പോൾ നമ്മളതിൽ വീണു പോവുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡിപ്രഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു വീട്ടിൽ തന്നെ ഒരു ഇതായിട്ടിരിക്കുന്ന നമ്മളോട് ഒരുപാട് നേരം സംസാരിക്കാനും നമ്മളെ മനസ്സറിയുന്ന രീതിയിൽ പെരുമാറാനും ഒരുത്തം വന്നു കഴിഞ്ഞാൽ അതിൽ വീണു പോകുന്ന ഒരു ആ ലേഡി അവരെ സ്വപ്നത്തിലേക്കാണ് അവരെ നയിക്കുന്നത്. അവർ ആ സ്വപ്നത്തിലായിരിക്കും പിന്നെ അവരുമായിട്ട് കണക്ഷനായി, പിന്നെ അവരുമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലൂടെ ഈ പറയുന്ന പോക്കലാവും. അപ്പോഴേക്കും നമുക്ക് നമ്മളെ കുടുംബം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? സ്വന്തം പെറ്റ് വളർത്തിയ മക്കളെ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഒരുത്തി പോവുകയാണെങ്കിൽ പിന്നീട് അവർ വന്ന ആരും അംഗീകരിക്കില്ല. പിന്നെ അവർക്ക് മരണം തന്നെ. അവർ സ്വയം ആത്മഹത്യയിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത്. അതിപ്പോൾ പെണ്ണുങ്ങളിലാണ് കൂടുതലായിട്ടും അത് കാണുന്നത്. ആണുങ്ങൾ ഇപ്പോൾ ഒരു ബന്ധം പുലർത്തി അത് നഷ്ടപ്പെട്ട വീണ്ടും ബന്ധങ്ങൾ പുലർത്താൻ അവർ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ എന്ന് പറയേണ്ടത്, പണ്ടൊക്കെ ഇതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എല്ലാം ഫാസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഓരോ ദിവസം ഒരുപാട് തരത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കേൾക്കാനുള്ളൂ. അപ്പം നിങ്ങളെ നാട്ടിലും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പം നാളെ അങ്ങനെ ആവുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത്രത്തോളം ഇന്നത്തെ കാലം പുരോഗമിച്ചിട്ടാണല്ലേ. ഇന്ന് അവനവൻ്റെ ഇഷ്ടമാണ്, അവനവൻ്റെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ആ ഒരു സ്വാതന്ത്ര്യം അവരെടുക്കുന്നത് ഇതിലൂടെയാണ്.